പ്രിയമുള്ള എൻ്റെ സഹപഠിതാക്കളെ, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മലയാളം PGക്ക് പഠിക്കുന്ന രണ്ടാം സെമിസ്റ്റർ പഠിതാക്കളാണ് നമ്മൾ. നമുക്ക് ഇപ്രാവശ്യമുള്ള ഒരു പേപ്പറിൽ മധ്യകാല പ്രാചീന മലയാള സാഹിത്യം എന്ന പേപ്പറിൽ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ 1-ാം ദിവസം നമുക്ക് പഠിക്കാനുണ്ട്. ഇത് കേരളത്തിൻ്റെ ക്ലാസിക് കലാരൂപമായ കഥകളിയുടെ സാഹിത്യരൂപമാണ്. ആട്ടക്കഥ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. കഥകളി എന്ന കലാരൂപത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പഠിക്കാനില്ല. മലയാളം PGക്ക് പഠിക്കുന്ന പഠിതാക്കളെന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ ക്ലാസിക് കലാരൂപമായ കഥകളിയെക്കുറിച്ചും കഥകളി ആസ്വദിക്കുന്നതിനെക്കുറിച്ചും ഒരല്പം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്ന് തോന്നുന്നു. ഇത് നമ്മുടെ പഠനാർത്ഥമുള്ള ഒരു വീഡിയോ അല്ല. അതിലുപരി കഥകളി എന്ന സാഹിത്യത്തെ ആസ്വദിക്കാൻ നമുക്കൊരു താല്പര്യം തോന്നാൻ വേണ്ടി, നമ്മൾ നാളെ അധ്യാപകരാവേണ്ട ആൾക്കാർ ഇതിനകത്തുണ്ട്. മലയാളം നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടവരുണ്ട്. അപ്പോൾ കഥകളി എന്ന ക്ലാസിക് കലാരൂപത്തെ വേണ്ട തരത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് പൂർണ്ണമായിട്ടും കഴിയില്ല. അത്ര ക്ലാസിക്കായി ചിട്ടപ്പെടുത്തിയ ഒരു സാധനമാണ് കഥകളി. അപ്പം ആട്ടക്കഥയും കഥകളിയും തമ്മിലുള്ള വ്യത്യാസം, കഥകളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു കലാരൂപമാണ്. ദൃശ്യ നാടകം എന്ന് വേണമെങ്കിൽ പറയാം ഒരർത്ഥത്തിൽ. ദൃശ്യ നാടകമല്ല കഥകളി, അത് പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയത് എടുത്താണ്. അതിൻ്റെ സാഹിത്യരൂപമാണ് ആട്ടക്കഥ എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പണ്ട് ചമ്പുക്കൾ, മണിപ്രവാള സാഹിത്യം വന്നപ്പോൾ ചമ്പുക്കളുണ്ടായിരുന്നു. അത് ചാക്യാന്മാർ കൂത്ത് നടത്തിയിരുന്നു. അങ്ങനെ പിന്നീട് കൂടിയാട്ടമുണ്ടായി. അങ്ങനെ നിരവധി കലാരൂപങ്ങൾ പണ്ട് മുതലേ ഇവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് വടക്കു നിന്നുള്ള ബ്രാഹ്മണ മതത്തിൻ്റെ വരവോടുകൂടി കേരളത്തിൽ സാഹിത്യരംഗത്തും കലാരംഗത്തും വലിയ പുഷ്ടിയുണ്ടായി. ഭാഷാ പരിണാമരംഗത്തും വലിയ മാറ്റങ്ങളുണ്ടായി. അങ്ങനെ ഉണ്ടായ ഒരു ക്ലാസിക് കലാരൂപമാണ് കഥകളി. ഇതിന് ക്ലാസിക് കലാരൂപം എന്ന് പറയുന്നത്, ക്ലാസിക് കലയ്ക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ കലയാണ് ക്ലാസിക് കല. അത് മാത്രമല്ല, ഒരു കലയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും, ഒരു അഭിനയപ്രധാനമായ, ഇതൊരു നാടകം ആണെന്ന് പറഞ്ഞില്ല, കറക്റ്റ് നാടകമല്ല, അത് നമുക്ക് പറയാം. രംഗത്ത് അവതരിപ്പിക്കേണ്ട ഒരു കലാരൂപം എന്ന നിലയ്ക്ക് ഇതിനകത്ത് അഭിനയമുണ്ട്, പാട്ടുണ്ട്, താളമേളങ്ങളുണ്ട്, നൃത്യങ്ങളുണ്ട്. എല്ലാം അടങ്ങിയ ഒരു സമ്പൂർണ്ണ കലയാണ് കഥകളി. കഥകളി വേണ്ട വിധത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കഥകളിയുടെ ഇന്ദുലേഖയുടെ സൂര്യ നമ്പൂതിരിപ്പാട് പറഞ്ഞ പോലെ ലേശം കളിഭ്രാന്ത് ഉണ്ടായിപ്പോവും. നമുക്കിപ്പോൾ കഥകളി കാണാൻ രാത്രിയിലൊക്കെ ഉത്സവ സ്ഥലത്ത് പോയിരുന്ന് കാണാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്ന് യൂട്യൂബിലൊക്കെ ധാരാളം കഥകളിയൊക്കെ കാണാം. അപ്പോൾ അതിനെക്കുറിച്ച് സാമാന്യമായൊരു അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ആദ്യം നമുക്ക് കഥകളി എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ കഥകളി ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിലാണ് കേരളത്തിലുണ്ടാകുന്നത്. കഥകളിയുടെ ഉപജ്ഞാതാവായി ഇന്ന് അറിയപ്പെടുന്നത് കൊട്ടാരക്കര രാജാവ്. അതിനു മുൻപായിട്ട് കൃഷ്ണനാട്ടം എന്നൊരു കലാരൂപം കേരളത്തിൽ വന്നു. നേരത്തെ പറഞ്ഞല്ലോ, വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ബ്രാഹ്മണ മതത്തോടൊപ്പം ഒരുപാട് സാഹിത്യരൂപങ്ങളും കലാരൂപങ്ങളും വന്നു. അതിലൊന്നാണ് ജയദേവൻ്റെ അഷ്ടപതി. അഷ്ടപതിയിൽ നിന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ അന്ന് ചാക്യാന്മാരുടെ പരിപാടി ഉണ്ടായിരുന്നു കാണും. അപ്പം അതിൽ നിന്ന് മറ്റൊരു കലാരൂപമുണ്ടായി, അഷ്ടപതിയാട്ടം. അഷ്ടപതിയാട്ടം എന്നാ ഉണ്ടായിരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വിവാദങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ. അഷ്ടപതിയാട്ടമാണോ ആദ്യം ഉണ്ടായത്
എന്തായാലും അഷ്ടപതിയാട്ടത്തിൽ നിന്ന് എൻ്റെ ചുവട് പിടിച്ച് സംസ്കൃതത്തിൽ തന്നെ കോഴിക്കോട് സാമൂതിരി മാനവേദൻ സാമൂതിരി ഒരു കലാരൂപം ഉണ്ടായി നോക്കി, സാധാരണക്കാർക്ക് വേണ്ടി ഉണ്ടാക്കി. അതാണ് കൃഷ്ണനാട്ടം. അന്ന് വൈഷ്ണവ മതമൊക്കെ പ്രചരിച്ച് ഇടുന്ന കാലമാണ്. അതുകൊണ്ട് കൃഷ്ണനാട്ടം എന്നൊരു കലാരൂപം ഉണ്ടായി. ഈ കൃഷ്ണനാട്ടം ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ കളിക്കുന്നുണ്ട്, മറ്റെങ്ങും കൃഷ്ണനാട്ടമില്ല. അപ്പം ഇതിന് വേറൊരു ഐതിഹ്യമുണ്ട്. കഥകളി ഉണ്ടായതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് കോഴിക്കോട് കളിച്ചിരുന്ന കൃഷ്ണനാട്ടം ദക്ഷിണ കേരളത്തിൽ അന്ന് ഈ 17-ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുന്നത് വിവിധ നാട്ടുരാജ്യങ്ങളുടെ സമയമാണ്. ചേര സാമ്രാജ്യം, രണ്ടാം ചേര സാമ്രാജ്യത്തിന് ശേഷം കുറേ നാട്ടുരാജ്യങ്ങളായിരുന്നു. നമുക്കിവിടെ ഓടനാട് രാജ്യമുണ്ടായിരുന്നു, വേണാട്, ഇളയിടത്ത് സ്വരൂപം, അങ്ങനെ വിവിധ സ്വരൂപങ്ങളുണ്ട്. അപ്പം കൊട്ടാരക്കരയിൽ ഇവിടെ ദക്ഷിണഭാഗത്ത് ഇവിടെ വന്ന് കളിക്കണം എന്ന് ഇവരാവശ്യപ്പെട്ടു. അതിന് ആൾക്കാരെ പറഞ്ഞു വിടണം, ഞങ്ങളെ കൂടി ഈ കലാരൂപം പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ മാനവേദൻ സാമൂതിരി അത് സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്കിൽ നിങ്ങൾ കൃഷ്ണനാട്ടം ഉണ്ടാക്കിയെങ്കിൽ ഞങ്ങൾ രാമനാട്ടം ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞ് ശ്രീരാമൻ്റെ കഥയെ രാമായണത്തെ ആസ്പദമാക്കി 8 ദിവസമായിട്ടുള്ള ഒരു കലാരൂപം ചിട്ടപ്പെടുത്തിയെടുക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര രാജാവാണ് ഈ കഥകളി ഈ രാമനാട്ടമാണ് കഥകളിയായിട്ട് മാറിയത്. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ കഥകളിയുടെ ഉപജ്ഞാതാവായിട്ട് നമ്മൾ ഇന്ന് അറിയപ്പെടുന്നത് കൊട്ടാരക്കര രാജാവിനെയാണ്. ഇന്ന് നമ്മൾ കാണുന്ന കഥകളിയുടെ അതേ രൂപമൊന്നും ആയിരുന്നില്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതുമാത്രമല്ല, അന്ന് ഈ സാഹിത്യമൊക്കെ അഭിനേതാക്കൾ തന്നെ പറയുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിൽക്കാലത്ത് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇത് പിൻപാട്ടുകാരായതും ഒക്കെ. അതിലേക്ക് നമുക്ക് വരാം. 18-ാം നൂറ്റാണ്ട് ഉണ്ണായി വാര്യരുടെ, കുഞ്ചൻ നമ്പ്യാരുടെയൊക്കെ സമയമായപ്പോഴത്തേക്ക് കഥകളിയിലെ പിൻപാട്ടുകാരൊക്കെ വന്നു എന്നാണ് പറയുന്നത്. അതായത് അഭിനയിക്കുന്നവരല്ല പാട്ടുകാരുണ്ടത്. കാരണം കുഞ്ചൻ നമ്പ്യാർ പറയുന്നുണ്ട് അട്ടക്കാരും കോപ്പുകാരും ഒക്കെ വന്നെന്നും ഭാഗവതന്മാർ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അട്ടം പഠിക്കുന്നു, ചാട്ടം പഠിക്കുന്നു, കൊട്ടു പഠിക്കുന്നു, പാട്ട് സാധിക്കുന്നു എന്ന് കളരികളെക്കുറിച്ചൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ അതിനകത്ത്. അപ്പോൾ അതിനകത്തുനിന്നൊക്കെ നമ്മൾ ചരിത്രം ചകഞ്ഞെടുക്കുന്ന ഇങ്ങനെ വിവിധ സാഹിത്യകൃതികളിൽ കൂടിയാണ് ഉപാദാനം ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രാമനാട്ടം എന്ന് പറയുന്ന ആ കലാരൂപം ആവിഷ്കരിച്ചത് കൊട്ടാരക്കര രാജാവാണ്. കൊട്ടാരക്കര രാജാവിന് ശേഷം വെട്ടത്ത് രാജാവാണിത് കൂടുതൽ രംഗത്ത് അവതരിപ്പിക്കുന്ന തരത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തി. അതിന് പിന്നീട് കപ്ലിങ്ങാട് നമ്പൂതിരി, കപ്ലിങ്ങാട് ശൈലി, കല്ലടിക്കോട് ശൈലി, ഇങ്ങനെയൊക്കെ കുറേ ശൈലികളൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ വിശദമായിട്ടിപ്പോൾ നോക്കുന്നില്ല. നമുക്ക് നളചരിതത്തിലേക്ക് വരേണ്ടതുകൊണ്ട് നമ്മൾ ആട്ടക്കഥ മാത്രമേ പഠിക്കുന്നുള്ളൂ. എങ്കിലും കഥകളിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അങ്ങനെയാണ് കഥകളി ഉണ്ടായത്. കഥകളി ഒരു ദൃശ്യനാടകം എന്ന് വേണേൽ പറയാം. ഈ ഒരു രംഗത്ത് അഭിനയിക്കുന്ന ദൃശ്യരൂപത്തിന് അല്ലെങ്കിൽ ഒരു നാടകത്തിന് 4 വിധത്തിലുള്ള അഭിനയമാണ് പറയുന്നത്. ചതുർവിധ അഭിനയം എന്ന് പറയും. അത് സാധിക്കുന്നത് ഒന്ന് വാചികം. നമ്മൾ ഒരു നാടകത്തിലൊക്കെയാണെങ്കിൽ സംഭാഷണങ്ങളുണ്ടാകത്തില്ലേ, വാചികാഭിനയം, ശബ്ദം പുറത്തേക്ക് വരുന്നത്, സംഭാഷണമായിട്ട് വരുന്നത് വാചികാഭിനയം. 2 ആംഗികാഭിനയം, ആംഗ്യം കാണിച്ച് നമ്മുടെ അംഗങ്ങൾ ഉപയോഗിച്ച് നടത്തുന്നതാണ് ആംഗികാഭിനയം. സാത്വികാഭിനയം എന്ന് പറയുന്നത് നവരസങ്ങൾ, ശരീരത്തിൻ്റെ ചില പ്രത്യേക ചലനങ്ങളും നവരസങ്ങളും ഉപയോഗിച്ച് ഭാവങ്ങളെ വ്യഞ്ജിപ്പിക്കുന്നതാണ് സാത്വികാഭിനയം. അടുത്തത് ആഹാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വേഷഭംഗി. വേഷം മീൻസ് ഒരാളുടെ പ്രത്യേക വേഷമല്ല, അതിന് വ്യത്യസ്ത തരത്തിലുള്ള വേഷവിധാനങ്ങൾ നൽകി അതിന് അത് തന്നെ ചിലർ കെട്ടുമ്പോൾ അത് നല്ല ആഹാര്യഭംഗിയാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചതുർവിധ അഭിനയ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാണ് ഈ ക്ലാസിക് കല ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം. ഇത് എന്ന് പറയുന്നത് എല്ലാ കലകളിലും ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ സിനിമയിലെടുക്കുകയാണെങ്കിൽ സിനിമയിലുമുണ്ട് ഈ 4 വിധത്തിലുള്ള അഭിനയങ്ങൾ.
ഇപ്പം ആംഗിക അഭിനയം എന്ന് പറയുന്നത് എപ്പോഴും നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറയുമ്പം ആ കൈ ചൂണ്ടൽ ഉണ്ട്, അല്ലെങ്കിൽ തട്ടിക്കളയും എന്ന് പറയുമ്പോൾ അങ്ങനെ ആംഗിക അഭിനയം അവിടെയും വരുന്നുണ്ട്. വാചികാഭിനയം പിന്നെ സംഭാഷണ പ്രധാനമാണല്ലോ. മോഹൻ തോമസിൻ്റെ ഉച്ഛിഷ്ടവും അമേധ്യവും എന്ന് പറയുമ്പോൾ ആ സംഭാഷണങ്ങളാണ് അഭിനയത്തെ ആ കലയെ നമ്മളിലേക്ക് ശക്തമായി കൊണ്ടുവരുന്നത്. പിന്നെ സാത്വികാഭിനയം എന്ന് പറഞ്ഞാൽ ഭാവങ്ങളാണ്. അത് സിനിമയിലാണെങ്കിലും ആ ഭാവങ്ങളുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെയൊക്കെ മുഖത്ത് വിരിയുന്ന സൂക്ഷ്മമായ ഭാവങ്ങൾ ചിലപ്പോൾ ചെറിയ നോട്ടങ്ങൾ മതിയായിരിക്കും. ഇതിനെയാണ് സാത്വികാഭിനയം എന്ന് പറയുന്നത്. പിന്നെ ആഹാര്യം അതും ഉണ്ട്, സിനിമയിലുമുണ്ട്. ഇപ്പം പിന്നെ ആടുതോമയുടെ വേഷം കെട്ടുമ്പോൾ ആ കൊമ്പം മീശയും കൂളിംഗ് ഗ്ലാസും ആ ജുബയും ആ മടക്കിക്കുത്തുമൊക്കെ ഇല്ലെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ആഹാര്യം എന്ന് പറയാം. ഈ കഥകളിയിലും അതുപോലെയാണ്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ആംഗികം, സാത്വികം, വാചികം, ആഹാര്യം, ഈ 4 തരത്തിലുള്ള ചതുർവിധ അഭിനയങ്ങളെയും ഭംഗിയായി ചിട്ടപ്പെടുത്തിയ ഒരു കലാരൂപമാണ് കഥകളി. ഇനി നമുക്ക് ഈ നാടകവും അതുപോലെ ഈ പിന്നെ കഥകളിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നാടകത്തിൻ്റെ രംഗസംവിധാനങ്ങളും തിരശ്ശീലയൊക്കെ ഈ നാടകത്തിൽ നിന്നാണ് കഥകളിയിലേക്ക് നമ്മളെത്തുന്നത്. ദൃശ്യനാടകങ്ങളിൽ നിന്നാണ്. പിന്നെ അഭിജ്ഞാന ശാകുന്തളവും അങ്ങനെ വടക്കുന്നു വന്ന ഒരുപാട് നാടകമുണ്ട്. അതിൻ്റെ തിരശ്ശീല യവനിക എന്നുള്ള വാക്കൊക്കെ അന്നേ ഉണ്ട്. നൈഷധം ചമ്പുവിലൊക്കെ അതേ വാക്ക് ഉപയോഗിക്കുന്നത് യവനന്മാർ കൊണ്ടുവന്നതായതുകൊണ്ടാണ് യവനിക എന്ന വാക്ക് വന്നത്. അത് തന്നെ നമ്മുടെ തിരശ്ശീല. അപ്പം ഇതെല്ലാം ഇതിനകത്തുണ്ട്. എന്ന കലാരൂപം ചിട്ടപ്പെടുത്തിയെടുത്തത് ഒരൊറ്റ ദിവസം കൊണ്ട് ചിട്ടപ്പെടുത്തിയൊന്നുമല്ല. കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വിവിധ കലാരൂപങ്ങളെ സമന്വയിപ്പിച്ചാണ് ഈ കലാരൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നൃത്തം, നാട്യം, അതുപോലെ പാട്ട്, പിൻപാട്ട്, അതുപോലെ താളമേളങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ കഥകളിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെ സമന്വയിപ്പിച്ചിട്ടുണ്ട്. അത് വിവിധ കലാരൂപങ്ങളിൽ നിന്നാണ്. ഈ നാടകത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ഒരു അവതരണ രീതി എടുത്തിരിക്കുന്നത് അന്ന് ഉണ്ടായിരുന്ന കൂടിയാട്ടം. കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ, ഇപ്പം യുനെസ്കോയുടെ അംഗീകാരം വരെ കിട്ടിയിട്ടുള്ള കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിൻ്റെ ഒരു കെട്ടിലും മട്ടിലുമാണ് ഈ കഥകളിയെ കൊട്ടാരക്കര തമ്പുരാൻ ചിട്ടപ്പെടുത്തിയത്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്തെ സാഹിത്യരൂപം ആട്ടക്കഥ രചിച്ചിരിക്കുന്നത് ജയദേവൻ്റെ ഗീതഗോവിന്ദത്തിനെ ചുവട് പിടിച്ചാണ്. അതായത് ഗീതഗോവിന്ദത്തിലെ ശ്ലോകങ്ങൾ, പദങ്ങൾ, അഷ്ടപദികളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഒരു രംഗത്തെക്കുറിച്ച് നേരിട്ട് കടക്കുന്ന അവർ കഥകളെല്ലാം കൂടെ ഒന്നിച്ച് പറയേണ്ടി വരുമ്പോഴാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ശ്ലോകത്തിനകത്തൂടാണ് ഇത് പറയുന്നത്. ഒരു നളൻ പണ്ട് ഇവിടെ ഭരിച്ചിരുന്നു, അങ്ങനെയുള്ള രാജ്യത്തൊരു നളനിപ്പം പൂന്തോട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ നളൻ നിൽക്കുകയാണെന്ന്, അവിടെ നിൽക്കുകയാണ്, ഇന്നടത്ത് നിൽക്കുകയാണ്, ഇന്ന അയാൾ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി എല്ലാം കൂടെ ഒരൊറ്റ ശ്ലോകത്തിലായിരിക്കും. ഈ ശ്ലോകം കഴിഞ്ഞ് നളൻ പറയുന്നതോ അല്ലെങ്കിൽ ആത്മകഥയോ എന്തോ ആയിക്കോട്ടെ, അതിനെയാണ് പദങ്ങൾ. ഈ ശ്ലോകം, പദങ്ങൾ എന്ന രീതിയിലുള്ള ആ ചട്ടക്കൂടുണ്ടാക്കിയിരിക്കുന്നത് ജയദേവ കവിയുടെ ഗീതഗോവിന്ദത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നാട്യങ്ങളൊക്കെ അതും ഈ കൂടിയാട്ടത്തിൽ നിന്ന് വന്നു. അതുപോലെ അന്നത്തെ താളമേളങ്ങൾ, വാദ്യങ്ങളൊക്കെ ചെണ്ടയും മദ്ദളം, ഇലത്താളം, ചേങ്കില, പിന്നെ ഇതെല്ലാം എടുത്തിരിക്കുന്നത് അന്ന് കാലത്ത് നിലവിലുണ്ടായിരുന്ന വിവിധ വാദ്യോപകരണങ്ങളെ ഇതിലേക്ക് സമന്വയിപ്പിച്ചുകൊണ്ടാണ്. പാട്ട് എടുത്തിരിക്കുന്നത് സോപാന രീതിയിലുള്ള ആലാപന ശൈലിയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ആദ്യകാലത്തൊക്കെ ഇത് നടന്മാർ തന്നെ പാടി അഭിനയിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെയുള്ളതുണ്ട്. കർണാടകത്തിലുള്ള യക്ഷഗാന ബൊമ്മലാട്ടം കഥകളിയുമായിട്ട് സാദൃശ്യമുള്ള ഒരു കലാരൂപമാണ്. അവിടെ ഇപ്പോഴും ഇങ്ങനെ പാടി അഭിനയിക്കുന്ന രീതിയാണ്.
ഇനി നമുക്ക് കഥകളിയുടെ ആ പ്രധാന രീതിയിലോട്ട് കിടക്കാം. കഥകളിയിൽ വാചികം എന്ന് പറയുന്നത് പാട്ടായിട്ടാണ് വരുന്നത്. സാത്വികം എന്ന് പറഞ്ഞ രസങ്ങളും നവരസങ്ങളും ഭാവങ്ങളും ഒക്കെ വരുത്തിയാണ് നടത്തുന്നത്. ആഹാര്യം, അതിൻ്റെ വേഷഭംഗി. ആ വേഷഭംഗി എന്ന് പറഞ്ഞാൽ അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമായ വേഷങ്ങളാണ് ഉള്ളത്. സാത്വികമായ കഥാപാത്രങ്ങൾക്ക് പച്ചവേഷം, സ്ത്രീ വേഷത്തിനും മഹർഷി വേഷത്തിനുമൊക്കെ മിനുക്ക്, ധീരന്മാരായ വില്ലന്മാർക്ക് വരുന്നത് കത്തിവേഷം. കത്തിവേഷം തന്നെ നെടുങ്കത്തിയും കുറുങ്കത്തിയും ഉണ്ട്. അതുകൊണ്ട് ചുമന്ന താടി, ദുശാസനുമൊക്കെയുള്ള ബീഭത്സ രൂപമുള്ള ആൾക്കാരാണ് ചുമന്ന താടി. ബാലി, സുഗ്രീവൻ, ഇതൊക്കെ ചുമന്ന താടി. കരിവേഷം, കാട്ടാളൻ. ഇങ്ങനെ വിവിധ ഇതെല്ലാം കൂടിയാട്ടത്തിൽ നിന്നാണ് മിക്കതും എടുത്തിരിക്കുന്നത്. പിന്നെ ഇവരുടെയൊക്കെ ഭാവനയും കൂടെ സമന്വയിപ്പിച്ച് ഇതിനകത്തെ സ്ത്രീവേഷം ശ്രദ്ധിച്ചാൽ അറിയാം. മലബാറിലെ മുസ്ലിം സ്ത്രീകൾ, പഴയ മുസ്ലിം സ്ത്രീകൾ ഇവിടം വരെ ഇട്ടിരിക്കുന്ന കാച്ചിക്കുപ്പായം, ഇറുകിയ കുപ്പായമൊക്കെ ഇട്ട് ബെൽറ്റുമൊക്കെ ധരിച്ച് ഇരിക്കുന്ന സ്ത്രീകളുടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതേ രൂപമാണ് കഥകളിയിലെ സ്ത്രീവേഷങ്ങൾക്ക്. അത് വിവിധ സംസ്കാരങ്ങളുടെ ഒരു സമന്വയം കൂടെയാണത്. അതുപോലെ ഗീതഗോവിന്ദത്തിൻ്റെ പിടിയിൽ നിന്ന് ഇപ്പോഴും മോചിതമായിട്ടില്ലാത്ത കാര്യം ഈ മഞ്ജുതര എന്നൊക്കെ പറയുന്ന അതിൻ്റെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പാടുന്ന ശ്ലോകം ഗോവിന്ദത്തിലെ ഒരു അഷ്ടപതിയിലാണ്. അപ്പോൾ ഇങ്ങനെ പലയിടത്തു നിന്ന് എടുത്ത ഒരു കലാരൂപമാണ്, ക്ലാസിക് കലാരൂപമാണ് കഥകളി. ഈ കഥകളിയുടെ പ്രധാന പ്രത്യേകത, നാടകവുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നാടകത്തിൽ നമുക്ക് ഒരു രംഗത്തെ അഭിനയിക്കുന്നത് അതിൻ്റെ വാചകത്തെയാണ് അഭിനയിക്കുന്നത്. അവിടെ ഒരു പൂന്തോട്ടം ഉണ്ട്, അവിടെ വണ്ടുകൾ വന്ന് തേൻ കുടിക്കുന്നു എന്ന് വാചകത്തിൽ പറഞ്ഞ ആ വാചകത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു അഭിനയ രീതി മാത്രമേ നാടകത്തിനുള്ളൂ. അതേസമയം കഥകളി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പദാർത്ഥാഭിനയം എന്ന് പറയും. അതിലെ ഓരോ പദങ്ങളെയും അഭിനയിച്ച് കാണിക്കുന്ന ഒരു ശൈലിയാണ് പദാർത്ഥാഭിനയം. ഈ പദാർത്ഥാഭിനയം നമുക്ക് അറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ രസങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നവരസങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നവരസങ്ങൾ ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അങ്ങനെ നവരസങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഈ നവരസങ്ങളുണ്ട്, ആംഗ്യങ്ങളുണ്ട്. ആംഗ്യങ്ങളെന്ന് പറയുന്നത് ചില മുദ്രകളാണ്. ഈ മുദ്രകൾ ഏകദേശം ഒന്ന് അറിയാമെങ്കിൽ കഥകളി വളരെ രസകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം മുദ്രകളെല്ലാം എന്നോട് ചോദിച്ചാൽ കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ ഈ കണ്ടുള്ള ശീലമേ ഉള്ളൂ. കാണുമ്പം തോറും നമ്മൾ ഓരോന്നിനെ ഇപ്പോൾ കഥകളിയുടെ മുദ്രകളെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൂന്തോട്ടം കാണുന്നു പറയുമ്പോൾ അവിടെ ഒരു ആ ചിഹ്നങ്ങളൂടെ നമ്മൾ പഠിക്കുക. പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ പൂവെന്നുള്ളതിന് ഈ ചിഹ്നമാണ് കാണിക്കുന്നത്. പൂന്തോട്ടമാകുമ്പം ഇങ്ങനൊരു ചിഹ്നമായിരിക്കും കാണിക്കുക. അപ്പോൾ അതിന് കണ്ണുകളുടെ ചലനവും കൂടെ ഉണ്ട്. അവിടെ ഒരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിൽ വണ്ടാകുമ്പം വണ്ടിൻ്റെ ചലനത്തിലൂടെയാണ് വണ്ടിനെ സൂചിപ്പിക്കുന്നത്. വണ്ടുകൾ എന്നാകുമ്പം ബഹുവചനം. ഈ ചിഹ്നം എന്ന് പറഞ്ഞാൽ ബഹുവചനം. വണ്ടുകൾ, അവിടെ വണ്ടുകളുടെ കൂട്ടം എന്നാണ് ഇങ്ങനെ വേറൊരു ചിഹ്നമുണ്ട്. ഈ ചിഹ്നങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് കഥകളി കണ്ട ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കഥകളി പഠന വീഡിയോകളുമുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. അപ്പം പിന്നെ അവിടെ ആ പൂന്തോട്ടത്തിൽ വണ്ടുകളുടെ കൂട്ടം അല്ലെങ്കിൽ വണ്ടുകൾ തേൻ കുടിക്കും. തേനെന്നുള്ളതിന് മുഖത്ത് ശൃംഗാരഭാവവും ഇതുമാണെങ്കിൽ തേനായിരിക്കും. അല്ലെങ്കിൽ രൗദ്രഭാവമാണെങ്കിൽ അത്, അല്ലെങ്കിൽ വിഭത്സഭാവമാണെങ്കിൽ അത് വിഷമായിരിക്കും. അപ്പം അങ്ങനെ ചിഹ്നങ്ങളൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടിയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ തേൻ കുടിക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഓരോ വാക്കുകളെയും അഭിനയിച്ചാണ് ഈ കഥകളിയിൽ പദാർത്ഥാഭിനയവും നാടകത്തിലെ വാചകാഭിനയവുമാണ്. വാചകത്തെ അഭിനയിക്കുന്നത്, വാക്യാഭിനയവും ഇതിനകത്ത് പദാർത്ഥാഭിനയവുമാണ്. ചില ചിഹ്നങ്ങളൊക്കെ ഇപ്പം
പിന്നെ മുദ്രകൾക്ക് പേരൊക്കെ ഉണ്ട്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് പതാക. ഈ പതാക ചുമ്മാതെ വെച്ച് കഴിഞ്ഞാൽ അതൊരു ചിഹ്നമാകത്തില്ല. പിന്നെ പതാകയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാജാവ് എന്നുള്ള ചിഹ്നമാണ്. ഇത് ഇങ്ങനെയാണെങ്കിൽ ആന എന്നാണ്. പക്ഷേ ഈ ആനയെന്ന് കാണിക്കുമ്പോൾ, രാജാവെന്ന് കാണിക്കുമ്പോൾ രാജാവിൻ്റെ ആ മുഖത്തെ വീരഭാവവും കണ്ണിൻ്റെ ചലനമൊക്കെ ഉണ്ട്. അതാണ് ഈ സൂക്ഷ്മതലത്തിൽ അഭിനേതാക്കളെ വിലയിരുത്തുന്നതൊക്കെ അവിടെ. ഇത് ആന വരുന്നു എന്നുള്ളത് കാണിക്കുമ്പം ചെങ്ങന്നൂർ രാമൻപിള്ള ആശാൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത്, ആന ഇങ്ങനെ ചിഹ്നം കാണിച്ച് മുന്നോട്ട് കാല് വെച്ച് കണ്ണുകൾ ഇങ്ങനെ ഇന്നടത്തൂടെ പോകണം. അതത്രയും വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തലകറങ്ങിപ്പോവും. അതത്ര സൂക്ഷ്മമായ തലത്തിലാണ് ഈ ക്ലാസിക് കലാരൂപത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അതുപോലെ ചിഹ്നങ്ങൾ ഇപ്പം സ്ത്രീ എന്ന് പറയുമ്പം ഒരു പ്രത്യേകതരം ചിഹ്നം. സ്ത്രീ പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ കാണിക്കും, തീരെ കുഞ്ഞാണെങ്കിൽ അതിങ്ങനെ കാണിക്കും, സുന്ദരിയായ സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും. അങ്ങനെ ഇപ്പം അതുപോലെ ചിഹ്നങ്ങളൊക്കെ ചിലതൊക്കെ നമ്മൾ കുറേ കണ്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് മനസ്സാണ്, ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയാവും. ഈ മനസ്സുകൊണ്ട് തന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സന്തോഷമാവും, മനസ്സിന് ഹർഷം. ഇത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ കണ്ണ് പോവുകയും ആ ചിന്തയാവും. അതുപോലെ സ്നേഹമാണെങ്കിൽ ഈ മനസ്സിൻ്റെ ഇതിനകത്തു നിന്നായിരിക്കും ഇങ്ങനെ മുഖത്ത് ശൃംഗാരഭാവവും ഇതുമാണെങ്കിൽ സ്നേഹം. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലോട്ടല്ലേ സ്നേഹം വരുന്നത്. സ്നേഹം കാരുണ്യമാണെങ്കിൽ മുഖത്ത് അതേ സമയത്തും കരുണം വരികയും, ഇപ്പം ഒരാളോട് ദയോ സ്നേഹമോ തോന്നുന്ന, ഇപ്പം സന്തോഷമെന്ന് പറഞ്ഞ പോലെ തന്നെ ദുഃഖമാണെങ്കിൽ ഇങ്ങനെ മുഖത്തെ ഭാവമുണ്ട്. അതിന് തക്ക പോലെ ഈ പശ്ചാത്തലത്തിൽ വായിക്കുന്ന താളമേളങ്ങളും ഒക്കെ അതിന് തക്ക പോലെ, അതുപോലെ അതിൻ്റെ ചുവടുവെപ്പുകളും എല്ലാം ഒരുപോലെ വന്നെങ്കിലേ ആ ഭാവം നമ്മളിലേക്ക്, ആ രസം നമ്മളിലേക്ക് വ്യഞ്ജിപ്പിക്കാൻ കഴിയുള്ളൂ. ദുഃഖം ഇങ്ങനെയാണെങ്കിൽ പേടി ഇങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് മുദ്രകളുണ്ട്. അതിൻ്റെ ഇതൊക്കെ നമ്മൾ ഒരുപാട് കഥകളി കാണുമ്പോഴേ നമ്മൾ മനസ്സിലാവുകയുള്ളൂ. ഇങ്ങനെയാണ് ഇത്. കുറേ കണ്ട് പരിചയിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ മുദ്രകളൊക്കെ കൂടുതൽ അറിയാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഈ ആട്ടത്തിനകത്ത് മുദ്രകളും നേരത്തെ പറഞ്ഞില്ല, അത് ആംഗികാഭിനയമാണ് അതിനകത്ത് പ്രധാനം. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രസങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, രസങ്ങൾ മനസ്സിലാകും. പിന്നെ പാട്ടെന്ന് പറഞ്ഞ് സോപാന രീതിയിലുള്ള പാട്ടായിരുന്നു പണ്ട്. ഇപ്പം ഏതാണ്ട് കർണാടക സംഗീതത്തിൻ്റെ രീതിയിലുള്ള പാട്ട് തന്നെയാണ്. മനോഹരമായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഗായകർ, ഇപ്പോഴത്തെ അല്ല പണ്ട് മുതലേ ഗായകരൊക്കെ പാടുന്നത്. ഇതിൻ്റെ താളമേളങ്ങൾ, ഇതിനനുസരിച്ചുള്ള വാദ്യരൂപങ്ങൾ, അതുപോലെ ചെണ്ട, മദ്ദളം. ചെണ്ട പുരുഷ രൂപങ്ങൾക്കും രാക്ഷസ രൂപങ്ങൾക്കൊക്കെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. സ്ത്രീ രൂപങ്ങൾക്ക്, മിനുക്ക് വേഷങ്ങൾക്കൊന്നും ചെണ്ട ഉപയോഗിക്കത്തില്ല. അവിടെ മദ്ദളം മാത്രമേ ഉപയോഗിക്കൂ. ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒരു കഥകളി കണ്ട് ശീലിച്ച് കഴിഞ്ഞ് വേണം നമുക്ക് ആട്ടക്കഥയിലേക്ക് പ്രവേശിക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കഥകളിക്ക് വേണ്ടിയല്ലേ ആട്ടക്കഥ ഉണ്ടാകുന്നത്. അപ്പം നമ്മളിത് അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതിനകത്തെ ആട്ടം തന്നെ പലതരത്തിലുണ്ട്. ചൊല്ലിയാട്ടമെന്നും ഇളകിയാട്ടമെന്നും രണ്ട് രീതിയിലാണ് ആട്ടത്തെ പറയുന്നത്. ചൊല്ലിയാട്ടം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലുള്ള ആ പദാർത്ഥ അഭിനയം. പുറകിലെ ഭാഗവതന്മാർ പാടുന്ന ആൾക്കാർ രണ്ട് പേരാണുള്ളത്. ഒന്നാം പാട്ടുകാരൻ ചേങ്കിലേക്കായിട്ടിരിക്കുന്ന ആൾ, അതിനെ പൊന്നാനി എന്ന് പറയും. രണ്ടാം പാട്ടുകാരന് കൈമണിയൊക്കെ ആയിട്ടിരിക്കുന്ന ശിങ്കിടിയാണ് കൈമണിയായിട്ടിരിക്കുന്നത്. അപ്പം ഇവർ പാടുന്നതനുസരിച്ച് ഈ പദങ്ങളെ നമ്മൾ ചൊല്ലി ആടുക. പദങ്ങൾ ചൊല്ലുമ്പം അതിനനുസരിച്ചുള്ള ആട്ടമാണ് ചൊല്ലിയാട്ടം. ഇപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിയുമ്പോൾ, ഓരോ സെൻറ്റൻസ് അല്ലെങ്കിൽ പ്രധാന ഭാഗം കഴിയുമ്പം അതിന് ചെറിയ നൃത്ത ചുവടുകളും ചില പ്രത്യേക രീതിയിലുള്ള കയ്യും കലാശവും, അതിന് കലാശം എന്നാണ് പറയുന്നത്. ഏതാണ്ട് ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ നമ്മൾ പറയത്തില്ല, കയ്യും കലാശവും കാണിച്ചിട്ട്. ആ കലാശം എന്ന് പറഞ്ഞാൽ ഇതാ,
കലാശമുണ്ട്. ഈ ചൊല്ലിയാട്ടം കഴിയുമ്പോൾ ചില രംഗങ്ങളിലൊക്കെ ഇവർക്ക് മനോധർമ്മമായിട്ട് അവർക്ക് പല ഇതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കഥകൾ പറയുകയോ അല്ലെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറയുകയോ ഒക്കെ പരസ്പരം ചെയ്യും. അതിനെയാണ് ഇളകിയാട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനോധർമ്മം ആടുക എന്ന് പറയും. ആട്ടമെന്ന് പറയുന്നത് ചൊല്ലിയാട്ടവും ഇളകിയാട്ടവും ഉള്ളതുപോലെ തന്നെ ഈ ആട്ടത്തിൽ തന്നെ അതിൻ്റെ ഭാവത്തിൻ്റെ അനുസരിച്ച് 2-3 തരത്തിലുണ്ട്. ഒന്ന് പതിഞ്ഞാട്ടം, ഒരു പ്രണയരംഗമൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ അവിടെ പതിഞ്ഞ മട്ടിലുള്ള ആട്ടമാണ് കാണുന്നത്. പിന്നെ മധ്യമ രീതിയിലുള്ള ആട്ടമുണ്ട്, ഇടത്തരാട്ടം എന്ന് പറയും. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ്. പിന്നെ മുറുകിയാട്ടം, യുദ്ധം ചെയ്യാനൊക്കെ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് വഴക്കിടുകയൊക്കെ ചെയ്യുമ്പം അതിനെ മുറുകിയാട്ടം എന്ന് പറയും. അങ്ങനെ ആട്ടം പലതരത്തിലുണ്ട്. പിന്നെ ഇങ്ങനെ ഒരുപാട് വശങ്ങൾ ഇതിനകത്തുണ്ട്. കഥകളിയെക്കുറിച്ചുള്ള പൊതുവായ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് മീറ്റിംഗ് വെച്ച് പരിഹരിക്കാം. ഞാനിതൊരു യൂട്യൂബായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്, ക്ലാസ്സിന് ചിലപ്പം അസൗകര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തവർക്ക് നേരിട്ട് ഇതിനകത്തിരുന്ന് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഈ ക്ലാസ് കഥകളി വിദഗ്ധർ ആരും കാണരുത്. കാരണം നമ്മൾ പറയുന്ന ചിഹ്നങ്ങളോ ഒക്കെ അത് അതുപോലെ ആവണമെന്നില്ല. ഇതിനൊക്കെ ഒരുപാട് ആഴങ്ങളുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടാൽ മതി, നമ്മൾ പഠിച്ചാൽ മതി.